ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റ് അഹങ്കാര രാഷ്ട്രീയത്തിന് ലഭിച്ച ജനാധിപത്യത്തിന്റെ മറുപടിയെന്നും ശബരിമല കർമ്മസമിതി. സ്റ്റാലിന്റേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും നേരത്തെ സനാതനധർമ്മത്തെ ആക്ഷേപിച്ച ഉദയനിധി ഭരണത്തിന്റെ സ്വാധീനത്തിൽ രക്ഷപ്പെടുകയായിരുന്നെന്നും ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ വിമർശിച്ചു. അനാവശ്യമായ വിശ്വാസത്തിൽ ഇടപെടുന്ന രാഷ്ട്രീയക്കാർക്ക് ഇതൊരു പാഠമായിരിക്കുമെന്നും SGR കുമാർ പറഞ്ഞു. തുടർച്ചയായ ഹിന്ദു നിന്ദ, സനാതനധർമ്മം വൈറസാണെന്നും ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കണമെന്നുമുള്ള വിവാദ പ്രസ്താവന, DMKയുടെ ഭരണസമയത്ത് നടന്ന ക്ഷേത്രം തകർക്കലുകൾ അധികാരത്തിന്റെ മറവിൽ ചെയ്തുകൂട്ടിയതിന്റെ ഫലമാണ് ഉദയനിധി സ്റ്റാലിൻ അനുഭവിക്കുന്നതെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ പറഞ്ഞു. അഹങ്കാര രാഷ്ട്രീയത്തിന് ലഭിച്ച ജനാധിപത്യത്തിന്റെ മറുപടി കൂടിയാണിത്. ഏത് സർക്കാരായാലും എത്ര ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാലും ജനങ്ങൾ അതിന്റെ സമയം വരുമ്പോൾ പ്രതികരിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത്. DMK അത്രത്തോളം മനുഷ്യൻ വെറുത്തു. അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തിയാണ് ഈ മനുഷ്യൻ എന്നുള്ളതാണ്. അപ്പോൾ എത്രയോ നികൃഷ്ടനായ ഒരു ജീവിയാണ് അതെന്ന് പറയേണ്ടത്. വെരി സോറി ടു സേ ദാറ്റ്. തിരിച്ചടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അതിപ്പോൾ വിജയയുടെ കാര്യത്തിലാണ്. ഇനി വിജയയുടെ സത്യം പറഞ്ഞാൽ ഇതുപോലെ തന്നെ അത്ര മോശമായ ഭാഷയാണ് ഉപയോഗിച്ചത്. അനാവശ്യമായി വിശ്വാസത്തിൽ ഇടപെടുന്ന രാഷ്ട്രീയക്കാർക്ക് ഇതൊരു പാഠമാകണം. മുൻപ് നടത്തിയ പ്രസ്താവനകളിലും ഉദയനിധി നിയമ നടപടി നേരിടേണ്ടി വരും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, തീർച്ചയായിട്ടും ഈ കേസിനോടൊപ്പം മുമ്പ് ചെയ്ത പല കൃത്യങ്ങളുടെ കേസുകൾ അത് തിരിച്ചു വരും. അതുകൊണ്ട് ഒരു നിയമ നടപടിയിൽ ഇദ്ദേഹം ശരിക്കും കുടുങ്ങും. ഇതൊരു പാഠം ഉൾക്കൊള്ളണം. രാഷ്ട്രീയക്കാർ അനാവശ്യമായിട്ട് വിശ്വാസത്തെ ആർക്കാനായിട്ട് ശ്രമിക്കരുത്. നമുക്കറിയാം ശബരിമലയുടെ കാര്യത്തിൽ സ്വർണ്ണക്കൊള്ളയൊക്കെ. അതുകൊണ്ട് ഇത് തീർത്തും ഒരു പാഠമാണ്. അതിന്റെ അനുഭവം CPM-നെ പറ്റി. അവരെന്താണ് പറഞ്ഞത്? സനാതർമ്മം വൈറസാണ്, ഈ ഭൂമുഖത്ത് പണ്ടാൻ പാടില്ല എന്നാണ്. ഞാൻ പറയുന്നത് ഇത്തരം കൃമി കീടങ്ങളെ ഈ ഭൂമുഖത്ത് ഇല്ലാതാക്കണം എന്നാണ്. തമിഴ്നാടും ഭാരതവും അർഹിക്കുന്നത് സംവാദത്തിന്റെ രാഷ്ട്രീയമാണ്, അവഹേളനത്തിന്റെ രാഷ്ട്രീയമല്ല. SGR കുമാർ കൂട്ടിച്ചേർത്തു. ജനം, കൊച്ചി.